കുട്ടി ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രമാണ് ഫീഡിങ് എടുക്കുന്നുള്ളൂ, മറ്റേ ബ്രസ്റ്റിൽ നിന്ന്, ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ നിന്ന് ഫീഡിങ് തീരെ എടുക്കുന്നില്ല. പലപ്പോഴായിട്ട് കേൾക്കാറുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. എന്താണ് കാരണം, എന്താണ് പരിഹാരം, അതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി എത്ര കാലമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രം എടുക്കുന്നത് എന്നുള്ളത് നോക്കണം. അപ്പം ജനിച്ച അന്ന് തൊട്ടേ അങ്ങനെയാണ് ആണോ അല്ലയോ, അതോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ആണോ എന്നുള്ളത് നോക്കണം. എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും മിക്ക കുട്ടികൾക്കും ഉണ്ടാവാറുള്ളത് കുറച്ച് ദിവസമായിട്ട് മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിന് കാരണം? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമ്മയുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്, കുഞ്ഞുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്. നമുക്ക് ആദ്യം അമ്മയുടെ പറയാം. അമ്മയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ, ഇപ്പം നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ലെഫ്റ്റ് ബ്രസ്റ്റ് കുടിക്കുന്നില്ല, റൈറ്റ് ബ്രസ്റ്റ് നന്നായി കുടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ലെഫ്റ്റ് ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട് ബ്രസ്റ്റിന് സ്വെല്ലിംഗ് ഉണ്ടോ? കാരണം അമിതമായി എൻഗോജ് ആയ ബ്രസ്റ്റിലൂടെ ഒരു കുട്ടി കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കുട്ടി സ്വീകരിക്കില്ല. ആ നിപ്പിൾസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നിപ്പിൾ ചിലപ്പോൾ വലിഞ്ഞു പോവുക, റിട്രാക്റ്റഡ് നിപ്പിളൊക്കെ ആണോ നോക്കുക. അതുപോലെ ആ ബ്രസ്റ്റിൽ നിന്ന് കുറച്ച് അമിതമായി ഓവർഫ്ലോ വരുന്നുണ്ടോ? കാരണം അധികമായി പാല് വരുമ്പോൾ കുട്ടിക്ക് അവിടെ നിന്ന് കുടിക്കാൻ ഒരു വിസമ്മതം ഉണ്ടാവും, ഒരു കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കുക. അതാണ് മെയിൻലി മദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന് കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് കുഞ്ഞിൻ്റെ ചില പ്രത്യേകത കാരണം ആ ബ്രസ്റ്റിൽ നിന്ന് കുടിക്കുന്നില്ല. നമ്മൾ കുഞ്ഞുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ കുടിക്കാത്ത നിങ്ങളുടെ ലെഫ്റ്റ് ബ്രസ്റ്റ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കുട്ടിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവുക? കുഞ്ഞിൻ്റെ കഴുത്തിന് ചില കുട്ടികൾക്ക് ഉണ്ടാവും, കുട്ടി ഒരു ഭാഗത്തോട്ട് മാത്രമേ നോക്കത്തുള്ളൂ, ഒരു ഭാഗത്ത് കുഞ്ഞിന് മസിൽ ടൈറ്റ് ആവുന്ന കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഭാഗത്തോട്ട് കുട്ടിക്ക് പ്രോപ്പറായി കുടിക്കാൻ പറ്റില്ല. അതൊരു കാരണമാണ്, ഈ ടോട്ടിക്കോളിസ് എന്നൊക്കെ പറയും. അതൊക്കെ മിക്കവാറും ജനിച്ച അന്ന് തൊട്ടേ അത് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനിച്ച അന്ന് തൊട്ടേ ഉണ്ടോ അതോ പെട്ടെന്ന് വന്നതാണോ. അപ്പോൾ അങ്ങനെ മസിലിൻ്റെ പ്രോബ്ലം ഒക്കെ മിക്കപ്പോഴും ആദ്യം തൊട്ടേ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതുപോലെ കുഞ്ഞിൻ്റെ ഇയർ ഇൻഫെക്ഷൻ, അപ്പോൾ ഏത് ഭാഗത്താണോ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ആ ഭാഗത്തോട്ട് വെച്ച് കുടിക്കാൻ കുട്ടിക്ക് ചിലപ്പം ബുദ്ധിമുട്ട് കാണിച്ചേക്കാം. അപ്പം ഈ സൈഡിലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ കുട്ടിക്ക് ആ സൈഡ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ബ്രസ്റ്റിൽ നിന്ന് കഴിക്കില്ല, അതൊരു കാരണമാണ്. അതുപോലെ കുഞ്ഞുമായി ബന്ധപ്പെട്ട മറ്റ് കാരണങ്ങളാണ് ഈ ഒരു പൊസിഷന്, ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ. ഇപ്പോൾ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് തല വെച്ച് ഉള്ളപ്പോൾ കുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാരണങ്ങളും അമ്മയുമായി ബന്ധപ്പെട്ട കാരണങ്ങളും ഒരു ഭാഗത്തുനിന്ന് കുട്ടി കുടിക്കാതിരിക്കാനുള്ള കാരണങ്ങളായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ട കാര്യം, ആദ്യം ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത്, കുഞ്ഞിൻ്റെ ഫീഡിങ് കാര്യമായി കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടോ, അഥവാ ഇതിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും കുടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷേ റൈറ്റ് സൈഡിൽ നിന്നും അത് കോംപ്രമൈസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തൊക്കെയാ, കുഞ്ഞിൻ്റെ ഫീഡിങ് കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയും, കുട്ടി ടയേർഡാവും, അങ്ങനത്തെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്കുണ്ടോ എന്ന് ഒരു മദർ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് കുടിക്കാത്തതെന്നുണ്ടെങ്കിൽ. അതുപോലെ കുഞ്ഞിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉള്ളതിൻ്റെതോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഭാഗത്തോട്ട് മാത്രം തല ചരിക്കാൻ പറ്റാത്തതായ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക. കൂടെ ഒരു പീഡിയാട്രീഷ്യൻ്റെ സഹായവും തേടാം, ഇത് ദീർഘകാലം നിൽക്കുന്നുണ്ടെങ്കിൽ. കാരണം അപ്പം ദീർഘകാലം ഒരു ബ്രസ്റ്റ് തീരെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ പരിശോധിച്ചൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പീഡിയാട്രീഷ്യൻ്റെ സഹായം തേടാം, ഒരു ലാക്ടേഷൻ കൺസൾട്ടൻറ്റിൻ്റെ സഹായം തേടാം. അതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കുഞ്ഞിനോ അമ്മക്കോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുക. ഇപ്പോൾ ബ്രസ്റ്റിന് എൻഗോജ്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എടുക്കുക, നിപ്പിളിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടി ആ ബ്രസ്റ്റിൽ നിന്ന് കഴിച്ച് തുടങ്ങും. അതാണ് രണ്ടാമത്തെ വഴി. നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യനെയോ ലാക്ടേഷൻ കൺസൾട്ടന്റിനെയോ ഒക്കെ കണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അഥവാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല, കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളില്ല എന്ന് പീഡിയാട്രീഷ്യൻ കണ്ട് ഉറപ്പ് വരുത്തി, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷേ സ്റ്റിൽ കുട്ടി എന്തോ ആ ഭാഗത്ത് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കുക. വീണ്ടും ലെഫ്റ്റ് സൈഡ് ഒരു എക്സാമ്പിൾ ആക്കി എടുക്കുക.
ഈ സൈഡിൽ നിന്ന് കുട്ടിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടി കഴിക്കുന്നില്ല, മറിച്ച് ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് നല്ലോണം കുടിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് കൊടുക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡ് കൊടുക്കുക. എങ്ങനെയാ? ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ പിടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നതിന് ഒരു പേരുണ്ട്, ആ പൊസിഷന് ഒരു പേരുണ്ട്. അത് അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. എന്താണ് ആ പൊസിഷന്റെ പേര്? കാരണം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഓരോ പൊസിഷനും ഓരോ പേരുണ്ട്. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതിന് ഒരു പേരുണ്ട്. ഇതേ ബ്രസ്റ്റ് ഇങ്ങനെ പിടിച്ച്, അതായത് ഈ ബ്രസ്റ്റ് നമ്മൾ ഇങ്ങനെയല്ലേ കൊടുക്കുക, ആ ബ്രസ്റ്റ് കൊടുക്കുന്ന അതേപോലെ തന്നെ ഇവിടെ കുഞ്ഞിനെ നിങ്ങളുടെ ആംസിന്റെ ഒക്കെ ഇടയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പേരുണ്ട്. ആ ഫീഡിങ്ങിന്റെ ആ ഒരു ഫീഡിങ് പൊസിഷന് അത് അറിയുന്ന ഒരു കമന്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയാണ്. മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുഞ്ഞിന്റെ പൊസിഷൻ ഞാനിപ്പോൾ കാണിച്ച പോലെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിലും പറ്റാത്ത കുട്ടികൾക്ക് ആ ബ്രസ്റ്റിൽ നിന്ന് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, അഥവാ നിങ്ങളെ കുട്ടി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രസ്റ്റിൽ നിന്ന് കുറച്ച് കാലം 1-2 ദിവസത്തിൽ കൂടുതൽ കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടത്, ആ ബ്രസ്റ്റ് നിങ്ങൾ ഇടവിട്ട ഫ്രീക്വൻസിയിൽ എംപ്റ്റി ചെയ്യേണ്ടതുണ്ട്, എക്സ്പ്രസ് ചെയ്ത്. കാരണം ഒരു ബ്രസ്റ്റിൽ നിന്ന് കൂടുതൽ സമയം സക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനുള്ള സ്റ്റിമുലസ് കുറയുകയും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ അത് ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബ്രസ്റ്റ് എൻഗോജ് ചെയ്ത് പെയിനും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഒരു ഡോക്ടറെ സഹായത്തോടു കൂടി കണ്ടെത്തി ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഒന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പൊസിഷൻ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു നോക്കുക. അതും സക്സസ്ഫുൾ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ നിന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് കൊടുത്തു നോക്കുക. എന്താണെങ്കിലും ആ ബ്രസ്റ്റ് ഇടവിട്ട് എക്സ്പ്രസ് ചെയ്ത് കളയേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് കുട്ടി കൊടുക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എൻഗോജ്മെന്റ് വരാം, പെയിൻ വരാം, അതുപോലൊപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പ്രൊഡക്ഷനും കുറയാം. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു വൺ സൈഡ് റിഫ്യൂസൽ, ഫീഡിങ് ഓഫ് റിഫ്യൂസൽ, ഒരു സൈഡിൽ നിന്ന് മാത്രം റിഫ്യൂസൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി.